കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MRI സ്കാനിങ്ങിന് കാത്തിരിക്കേണ്ടത് 2.5 മാസത്തിലേറെയാണ്. ഒരു ദിവസം OPയിലും അത്യാഹിത വിഭാഗത്തിലുമായി 1000-ലേറെ പേർ ചികിത്സ തേടുന്നിടത്താണ് ഈ ദുരിതം. 6000 രൂപ മുതൽ 10,000 രൂപ വരെ ഈടാക്കുന്ന സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാവപ്പെട്ട രോഗികൾ. മരത്തിൽ നിന്ന് വീണ ബന്ധുവിനെയും കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച അത്യാഹിത വിഭാഗത്തിലെത്തിയതാണ്. കാലിന് ചലനശേഷി ഏതാണ്ട് നഷ്ടപ്പെട്ടു. MRI സ്കാനിങ്ങിന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ആ ദിവസങ്ങളിൽ ആശുപത്രിയിലെ MRI സ്കാനിംഗ് പ്രവർത്തിച്ചിരുന്നില്ല. യന്ത്രം തകരാറാണെന്നാണ് പറഞ്ഞത്. പിന്നീട് രോഗിയെ വാഹനത്തിൽ കയറ്റി പുറത്തു കൊണ്ടുപോയി സ്കാൻ എടുത്ത് തിരിച്ചു വന്നു. ഞാൻ പുറത്തു പോയി നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ തീരെ കിടപ്പുള്ള ആളാകുമ്പം നമുക്ക് വണ്ടിയെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഈ രോഗിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഇവിടെ എത്തുന്ന സ്കാനിങ്ങിന് നിർദ്ദേശിക്കപ്പെടുന്ന മുഴുവൻ രോഗികൾക്കും നേരിടുന്ന ബുദ്ധിമുട്ടാണ്. 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം MRI മെഷീൻ കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചു തുടങ്ങി. മെഷീൻ ഇരിക്കുന്ന മുറിയിലെ 2 AC-കളും കേടായതോടെയാണ് MRI മെഷീൻ പ്രവർത്തിപ്പിക്കാതിരുന്നതെന്നാണ് വിശദീകരണം. എന്തായാലും AC-യൊക്കെ മാറ്റിവെച്ച് MRI മെഷീൻ പ്രവർത്തനം തുടങ്ങിയെങ്കിലും സ്കാൻ എടുക്കാൻ കാത്തിരിപ്പ് നീളും. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിന്റെ ഗതികേടിന്റെ നേർചിത്രമാണിത്. വിദഗ്ധ ചികിത്സയ്ക്ക് കാത്തിരിക്കേണ്ടത് മാസങ്ങൾ. ഒരു ദിവസം പരമാവധി 35 MRI സ്കാനുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത്. ഒരു മെഷീനിൽ ഇത്രയധികം ചെയ്യുന്നത് തന്നെ പരമാവധിയാണെന്നാണ് അധികൃതർ പറയുന്നത്. ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകെയുള്ളത് ഒരു MRI സ്കാൻ ആണെന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഉള്ള ഒരു MRI മെഷീൻ ഇടയ്ക്കിടെ പണി കൊടുക്കും. ഇനി അതിന് പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാലും 2 മാസത്തെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ചുരുക്കത്തിൽ അത്യാഹിത വിഭാഗത്തിൽ അടിയന്തര ചികിത്സ തേടിയെത്തുന്നവരെ പോലും സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോയി സ്കാനിംഗ് എടുക്കേണ്ട ദുരവസ്ഥ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.